ഇമാമുന ആമിർ അശ്ശഅബി റളിയല്ലാഹു അൻഹു വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, പ്രബോധനത്തിന് ഇറങ്ങുന്ന ആളുകൾ, വാള് പറയുന്നവർ, പ്രഭാഷണം ചെയ്യുന്നവർ, ഇൽമ പറഞ്ഞു കൊടുക്കുന്ന മുദരിസുമാർ, ഖതീബുമാർ, വാള് പറയുന്നവർ, മുതഅല്ലിമീങ്ങൾ, ഇവരൊക്കെ വലിയൊരു ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നവരാ. ഞാനൊക്കെ നന്നാവട്ടെ എന്ന് വിചാരിച്ച് എത്രയോ ആളുകൾ ചീത്ത പറയാറുണ്ട്. ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട് അവർ നല്ല ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ അവർക്കത് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കൽ ഒരു അറിവാണ്. ദീനിൻ്റെ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയണം. ഒരു ക്ലിപ്പ് ഉണ്ടാക്കാനും അത് ചുറുക്കൂട്ടാനും കുറച്ച് ഗ്രാഫിക്സ് ആഡ് ചെയ്യാനേ അറിയുണ്ടാവുള്ളൂ. പിന്നെ പിശാച്ച് തോന്നിപ്പിക്കുന്ന ഈ നാണം കെടുത്തുന്ന കമൻറ്റുകൾ, അത് അവരുടെ മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ആമിർ അശ്ശഅബി തങ്ങൾ പറയാണ്, ലൗ അഹ്സൻത 99 നന്മകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷേ ജനങ്ങളത് മറക്കും. ഒരു തെറ്റിന്റെ മീതെയായിരിക്കും ആളുകൾ പിടിച്ചുകൂടാ. നിങ്ങൾ 99 നല്ല, അത് വലിയ വിറ്റാണ് സംഭവം. ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്, ചില വിഷയങ്ങളൊക്കെ വിവാദമായി ക്ലിപ്പുണ്ടാക്കി വരുമ്പോഴേ, പടച്ചോനെ അതിൻ്റെ ബാക്കിലും മുമ്പിലും അതിൻ്റെ തലേന്നും പിറ്റേന്നും പറഞ്ഞ് എത്രയോ നല്ല ഇൽമുണ്ടല്ലോ, അതൊന്നും പരസ്യപ്പെടൂല, അതൊന്നും എന്തായി വരില്ല, വിവാദമായിട്ട് വരൂല. എന്തേ? ഈച്ചൻ്റെ പരിപാടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വിവാദമായിട്ട് വരുന്നുള്ളൂ. 99 നന്മകൾ കണ്ടാൽ ആ നന്മകളൊന്നും ആളുകൾ കാണില്ല, ഒരു തിന്മയാണ് ആളുകൾ കാണുന്നത്. അതാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. തറഫഖ് ഹനാനൈക്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ സമാശ്വസിക്കണേ, നിങ്ങൾ വിഷമിച്ചു പോകരുത്. ആമിർ അശ്ശഅബി തങ്ങൾ പണ്ഡിതന്മാർക്ക് കൊടുത്ത ഉപദേശമാണിത്. അങ്ങനെയാണ് മഹല്ലിൽ 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം ഖതീബായി ജോലി ചെയ്ത ഉസ്താദ്, അല്ലെങ്കിൽ 20 കൊല്ലം 30 കൊല്ലം സദറുസ്താദായിട്ട് ജോലി ചെയ്തവർ, മുഅല്ലിമായിട്ട് മുഅദ്ദിനായിട്ട് ജോലി ചെയ്തവർ, ജീവിതത്തിൽ ഒരു ദിവസം, ഒരു സുബൈക്കും മുല്ലാക്ക ഉറങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ അസറിൻ്റെ വാങ്കെടുത്തിട്ട് ഇവര് അസറിൻ്റെ 1 മണിക്കൂർ മുമ്പ് കൊടുത്തതാ, അപ്പം പിരിച്ചുവിടും. ആ പാവ എത്ര കൊല്ലം ആ ഹൗദ് നന്നാക്കിയിട്ടുണ്ട്, ആ വാതിലടച്ചിട്ടുണ്ട്, പള്ളിയിലെ മുസല്ല മടക്കി വെച്ചിട്ടുണ്ട്, പള്ളി മാറാല വരാതെ നോക്കിയിട്ടുണ്ട്. ജുമാക്കൊക്കെ പോയി അന്തസ്സിൽ പോയി ഇരിക്കുമ്പോഴിങ്ങനെ നോക്കല, പൊടി ഉണ്ടോ അതുണ്ടോ, മുല്ലാക്കാനെ ചീത്ത വിളിക്കാൻ. നമ്മളൊരു പണിയും ചെയ്യുന്നുണ്ടോ? നമുക്കുള്ളതല്ലേ പള്ളി, മൊല്ലാക്കാക്ക് മാത്രമുള്ളതല്ലല്ലോ, നമ്മുടേതുമാണ് പള്ളി. പക്ഷെ നമ്മുടെയൊക്കെ വിചാരം മൊല്ലാക്കാരൊക്കെ ക്ലീനിങ് എയറാന്നാ വിചാരം. ഒരിക്കലും ചെയ്യരുത് കേട്ടാ, ക്ലീനിങ് എയർ അല്ല. അവരൊക്കെ ഈ മുഅദ്ദിൻ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ പ്രതിനിധികളാണ്. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഖതീബുമാർ, നമ്മുടെ ഖാദിമാർ എത്രയോ കൊല്ലം ജോലി ചെയ്യുമ്പോഴേ ഏതെങ്കിലും ഒരു ദിവസം ഒരു കുട്ടീനെ പഠിച്ചിട്ടുണ്ടാവും. അടിക്കുന്ന തെറ്റന്നെ, അത് ന്യായീകരിക്കാൻ വേണ്ടി പറയല്ല, അത് ഇന്ന് വലിയ തെറ്റാണ്, പണ്ടത്തെ കാലം പോലെയല്ല. മുമ്പൊക്കെ വാപ്പാരെങ്കിലും പറയും അടിച്ചോളിട്ടോ എനിക്കൊരു കുഴപ്പമില്ല, അപ്പോൾ വാപ്പാർ പോയി കേസ് കൊടുക്കുന്ന കാലമാണ് ഇപ്പോൾ. പക്ഷേ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള അവസരവും അത് സാരോപദേശത്തിലൂടെ അവരെ തിരുത്തുകയും ചെയ്ത് കൂടെ നിർത്താതെ മാനം കെടുത്തി പറഞ്ഞേക്കുക. അപ്പം മനുഷ്യൻ കണ്ണീരോടുകൂടിയാണ് പോവുക. ചില മഹല്ലുകൾക്കൊക്കെ ശാപമാണ്. അവിടെ ഒരു ഖതീബ് വന്നാൽ ഒരു 6 മാസത്തിലേറെ നിൽക്കൂല. എന്തേ? ഏതോ നല്ല മനുഷ്യൻ്റെ ശാപം കിട്ടിക്കാണോ അവിടെ. ആർക്കവിടെ നിൽക്കാൻ കഴിയില്ല. ആ മനുഷ്യർക്ക് ഒരു നല്ല മനുഷ്യനെ കണ്ടുപഠിക്കാൻ അവസരമില്ലാത്ത അവസ്ഥയായി പോകുന്നു. എന്തേ കാരണം എന്നറിയോ? ധിക്കാരം കാണിക്കുന്ന ചില കമ്മിറ്റിക്കാർ, അങ്ങനെ ഞാൻ പറയാം, ധിക്കാരം കാണിക്കുക. ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴേ ആലിമീങ്ങളെ നിയന്ത്രിക്കരുത്. ഉസ്താദുമാരുടെ നാവിനെ നിങ്ങൾ നിയന്ത്രിക്കാൻ നിന്നാൽ ദീനിനെയാണ് നിങ്ങൾ നിയന്ത്രിക്കുന്നത്. ചെയ്യാൻ പാടില്ല. അവർക്ക് സത്യം സത്യമായി പറയണം, തിന്മയെ തിന്മയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സൗകര്യവും സ്വാതന്ത്ര്യവും സൗകര്യവും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവരാണ്. എന്നല്ലാതെ ഉസ്താദുമാരെ നിയന്ത്രിക്കേണ്ടവരല്ല കമ്മിറ്റിക്കാർ. അത് പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു പൊസിഷനുണ്ട്, നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ എച്ചിലാണ് അവർ വാങ്ങുന്നത് എന്ന്. അവരർഹിക്കുന്നതിൻ്റെ പകുതി പോലും നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അറിയണം, ആലിമീങ്ങളുടെ നാവ് പിടിച്ചു കെട്ടുന്നവരല്ല കമ്മിറ്റിക്കാർ, കെട്ടേണ്ടവരല്ല. അവരവരെ നന്മ പറയാൻ വിടണം. അവർ സംസാരിക്കട്ടെ. അവർ പറഞ്ഞാലല്ലേ ജനങ്ങൾക്ക് സത്യം അറിയൂ. അവരെ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി പിരിച്ചുവിട്ട് നാണം കെടുത്തി അപമാനിച്ച് എന്തിനാണിതൊക്കെ? അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരൊറ്റ തെറ്റ്, 99 നന്മകൾ ചെയ്തത് നമ്മൾ കാണുന്നില്ലല്ലേ? ഒരൊറ്റ തെറ്റ് മാത്രമേ നമ്മുടെ കണ്ണിൽ പെടുന്നുള്ളൂ. അത് ഈച്ചയുടെ സ്വഭാവമാണ്. അങ്ങനെ ആവരുത്. അദ്ദീനു അന്നസീഹ, ദീൻ എല്ലാവരെയും കൂടെ നിർത്താനാ പറയുന്നത്. തോളിൽ പിടിച്ച് കൂടെ നിർത്തുകയാണ്. കള്ളുകുടിച്ച് അടിവാങ്ങിപ്പോയ മനുഷ്യനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? ഓർമ്മല്ലേ നമ്മൾ പറഞ്ഞത്? അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന മനുഷ്യനാണ് ഇയാൾ. അതിലും വലിയ സർട്ടിഫിക്കറ്റ് എന്താ വേണ്ടത്?
അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന മോനാണ് ഇയാൾ. ആള് കണ്ടുപിടിച്ചു പോകാൻ, അടി വാങ്ങിച്ചു പോകാൻ, പക്ഷേ ഉള്ളിലൊരു നന്മയുണ്ട്. മനുഷ്യനിലെ പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്ന ഈ ഒരു നല്ല സ്വഭാവം, നെഗറ്റിവിറ്റി അല്ല, പോസിറ്റീവ് എനർജിയാ കൊടുക്കേണ്ടത്, പോസിറ്റിവിറ്റിയാ കാണിക്കേണ്ടത്, എൻകറേജ്മെന്റ് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡിസ്കറേജ് ചെയ്യുകയല്ല. അവർക്ക് ഉത്തേജനമാണ് നമ്മൾ കൊടുക്കുന്നത്, അവർക്ക് മുന്നോട്ട് നടക്കാനുള്ള ഊർജമാണ് കൊടുക്കേണ്ടത്, അവരെ പിടിച്ച് താഴെയിടുകയല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ എല്ലാവരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇതിലൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ നൽകട്ടെ. നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഉമ്മത്തിൽ, നമ്മുടെ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.